ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 35 വരെയുള്ള വാക്യങ്ങൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു തീർന്നതുകൊണ്ട് ഇന്ന് 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഉപമയും അവരോട് പറഞ്ഞു, ആരും കോടി തുണിക്കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ടം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല, പഴയതേറെ നല്ലത് എന്ന് പറയും. 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇപ്പൊ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ലേവി മാനസാന്തരപ്പെടുകയും തന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് ഒരുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായ പിറുപിറുപ്പുകളുടെയും വിമർശനങ്ങളുടെയും നടുവിൽ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ആ ഉപമ പറയുന്നതിന് മുമ്പ് 2 ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഉപമകളുടെ എല്ലാം ലക്ഷ്യം യേശുക്രിസ്തു എന്തിനു വന്നു, എന്ത് നേടാനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ അതിനാദ്യം പറഞ്ഞത് യേശു സൗഖ്യമാക്കുന്ന വൈദ്യൻ ആണെന്നുള്ളതാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, അതുകൊണ്ട് സൗഖ്യമാക്കുന്ന വൈദ്യൻ. പാപത്തെയാണ് അവിടെ രോഗമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ പഠിച്ചത് യേശു സന്തോഷം നൽകുന്ന ഒരു മണവാളനാണ്. ഒരു വിവാഹത്തിന്റെ ചിത്രമാണ്. വിവാഹ സന്ദർഭം എന്ന് പറയുന്നത് ഉപവാസത്തിനുള്ള സമയമല്ല, കൂടെ പ്രാർത്ഥിക്കാനുള്ള സമയമല്ല, അതൊരു സന്തോഷ സന്ദർഭമാണ്. വൈദ്യനാണെന്നും മണവാളനാണെന്നുമുള്ള കാര്യം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് വായിച്ച വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യേശു രൂപാന്തരപ്പെടുത്തുന്നവനാണ്, പുതുക്കുന്നവനാണ് എന്ന കാര്യമാണ്. He is the transformer. He came to bring the new, not to patch up the old. പഴയത് കീറിപ്പോയത് എങ്ങനെയെങ്കിലും ഒന്ന് തയ്ച്ച് നന്നാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്ന ആളല്ല യേശു. പിന്നെന്താണ്? എല്ലാം പുതിയതാക്കുക. കണ്ടാലും ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് നാം വായിക്കുന്നത് പോലെ എല്ലാം പുതുതാക്കുന്നതിനായിട്ട് വന്ന ആളാണ് യേശു. പക്ഷേ ഈ ഉപമ ഇപ്പൊ വായിക്കുമ്പം ഈ കാലഘട്ടത്തിൽ പല ആളുകൾക്കും ചില തെറ്റായ ധാരണകൾ വരാം. കാരണം നമുക്കിന്ന് കീറാത്ത വസ്ത്രങ്ങളുണ്ട്. കീറിയ പിന്നാരും അതിനകത്തൊരു കഷ്ണം വെച്ച് തയ്ച്ച് ചേർക്കുന്നില്ല. പണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ തന്നെ യൂസ് ആൻഡ് ത്രോ ആണ് അല്ലെ? അല്ലെങ്കിൽ കീറിയാ കളയുക, അല്ലെങ്കിൽ കീറാൻ തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല, അതിനു മുമ്പ് തന്നെ കളയുന്ന രീതിയാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചില്ലുകൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും ഒക്കെയുള്ള കുപ്പികളും ഭരണികളും ഒക്കെ ഉള്ളത് കൊണ്ട് പൊട്ടിപ്പോകുന്ന തുരുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ കാലഘട്ടത്തിൽ പൊട്ടാത്ത തുരുത്തികൾ, അൺബ്രേക്കബിൾ ആയിട്ടുള്ള പാത്രങ്ങളും ഒക്കെ നമുക്കുള്ളത് കൊണ്ട് ഇതൊരു തമാശയായിട്ട് ചിലപ്പോൾ തോന്നും. ഇവിടെ ഇരിക്കുന്നവർക്കായിരിക്കില്ല, യുവാക്കന്മാർക്ക്, വേദപുസ്തകത്തോടൊന്നും പരിചയമില്ലാത്ത ആളുകൾക്ക് ചിലങ്ങനെ എന്റെ അടുത്ത് വരാറുണ്ട്. ഇത് ഒരു സ്ട്രെയിഞ്ച് ആയിട്ട് അവർക്ക് തോന്നി എന്ന് വരാം. പക്ഷെ കർത്താവ് ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം പണ്ട് കാലത്തെ ആളുകൾ കോടിത്തുണിക്കണ്ടം പഴയ തുണിയെ ചേർത്ത് തയ്ച്ച് കീറിപ്പോയത് വൃത്തിയാക്കുന്ന രീതി ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. കണ്ടം വെച്ച കോട്ട് കണ്ടം വെച്ച് തയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ നാട്ടിൽ ഈ വീഞ്ഞുണ്ടാക്കുന്നത് ഒരു കോമൺ ജോലിയാണ്. അപ്പൊ അത് ശേഖരിച്ചു വെക്കുന്നതിനായിട്ട് വലിയ വീപ്പകൾ വേണമായിരുന്നു. അതിനാണ് തുരുത്തി എന്ന് പറയുന്നത്. അപ്പൊ ആ തുരുത്തി പുതിയതുണ്ടാക്കണമെങ്കിൽ ഭയങ്കര ചാർജ് ആയതുകൊണ്ട് പഴയതിനകത്ത് പിന്നെയും പുതിയ വീഞ്ഞ് ഒഴിച്ചു വെക്കുകയും അവസാനം ചിലപ്പം അത് പൊളിഞ്ഞു പോയിട്ട് വീഞ്ഞ് മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വായിച്ച ഭാഗത്തെ 2 കാര്യങ്ങളാണ് കാണുന്നത്. കോടി തുണിക്കണ്ടവും പഴയ വസ്ത്രവും. അതുപോലെ തന്നെ പുതിയ വീഞ്ഞും പഴയ തുരുത്തിയും. രണ്ടും ഒരേ ആശയം വരുന്ന കാര്യങ്ങളാണ്. കോടി തുണിക്കണ്ടം കൊണ്ടുവന്ന് ഒരു പഴയ വസ്ത്രത്തിനകത്ത് തയ്ച്ചു വെക്കുമ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോടിത്തുണി ചുരുങ്ങും. നമ്മള് ചില തുണികളൊക്കെ അലക്കിയിട്ടല്ലേ തയ്ക്കാറുള്ളൂ, അല്ലെങ്കിൽ അത് ചുരുങ്ങും എന്നുള്ളത് കൊണ്ട്. അപ്പൊ ചുരുങ്ങുമ്പം കീറിയത് ഒന്നുകൂടെ വല്ലാതെ കീറിയിട്ട് അത് ഉപയോഗമില്ലാത്ത തരത്തിൽ ആയിപ്പോകും. അതുപോലെ തന്നെ പുതിയ വീഞ്ഞ് പഴയ പൊട്ടുന്നതായിട്ടുള്ള ഒരു തുരുത്തിയിലാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ആദ്യം കുഴപ്പമൊന്നും തോന്നുകയല്ല. പക്ഷെ ഈ വീഞ്ഞ് ഫെർമെന്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ഫോം ചെയ്യും. അപ്പൊ അതിനകത്ത് ഗ്യാസ് ഇങ്ങനെ വരുമ്പോൾ അതിന് വീര്യം കൂടി വരുമ്പോൾ അത് തുരുത്തിയെ സമ്മർദ്ദം ചെലുത്തും എല്ലാ ഭാഗത്തേക്കും. അപ്പോഴാണ് തുരുത്തി പൊട്ടിപ്പോകുന്നത്. വീഞ്ഞും തുരുത്തിയും നശിച്ചു പോകും. ഇതാണ് ഉപമ. അപ്പൊ ഈ ഉപമ വഴി യേശു പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണെന്നുള്ളതാണല്ലോ നമുക്ക് അറിയേണ്ടത്. ഈ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ വി നീഡ് ടു know how to relate the old and the new.
പഴയതും പുതിയതും കൂടെ എങ്ങനെയാണ് ചേർക്കേണ്ടത്. പഴയതെല്ലാം വേണ്ടാത്തതല്ല, പുതിയത് മാത്രം വേണ്ടതുമല്ല. അപ്പൊ പഴയതും പുതിയതും കൂടെ എങ്ങനെ ചേരണം. നമ്മുടെ പുസ്തകത്തിൽ തന്നെ എന്തുണ്ട്? പഴയ നിയമവും പുതിയ നിയമവും. ഇതെങ്ങനെ ചേർക്കണമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പല ആളുകളും പറയുന്നത് പഴയത് വേണ്ട, അത് കഴിഞ്ഞു, അത് കീറിക്കളഞ്ഞേരാം, അവിടെ മുഴുവൻ യുദ്ധവും ആകപ്പാടെ പ്രശ്നങ്ങളൊക്കെയാണ്. കുറെ ആൾ പറയാം പഴയ നിയമത്തിലെ ദൈവം അല്ല പുതിയ നിയമത്തിലെ ദൈവം, അപ്പൊ ദൈവത്തിന് മാറ്റം, അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി വേറൊരു ദൈവം വരുമായിരിക്കും. അങ്ങനെ പഴയത് പുതിയത് ഇത് രണ്ടും കൂടെ ചേരുകയില്ല എന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിൽ ഇരിക്കുന്നപ്പോൾ എങ്ങനെയാണ് പഴയത് പുതിയതിനോട് ചേർക്കേണ്ടത് എന്നുള്ളതാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് പഴയതിനെ പുതുതാക്കി എടുക്കേണ്ടത്. പ്രായോഗിക തലത്തിലേക്ക് കാര്യം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സഭകളെ നോക്കുക. ഇപ്പൊ സഭകളിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നുള്ള പല സഭകളും പുതിയതിനെ എല്ലാം എതിർക്കും. എന്ത് പുതിയത് വന്നാലും അത് ശരിയല്ല, അത് ആവശ്യമില്ല എന്ന് പറഞ്ഞതിനെ എതിർക്കുന്ന ഒരു രീതി പല സഭകളിലും ഉണ്ട്. ഒരു ചേഞ്ചിനും അവർ തയ്യാറല്ല. അവരെങ്ങനെ തുടങ്ങിയോ അങ്ങനെ തന്നെ, ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു, തുടങ്ങിയപ്പോ ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞ് നമ്മള് മിക്കവാറും എങ്ങോട്ട് തന്നെ കൊണ്ടുപോകും, പഴയ ആ രീതികളിലേക്ക് തന്നെ. ചിലപ്പോൾ പുതിയ തലമുറയ്ക്ക് അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ പരിഗണിക്കുന്നില്ല, പഴയതിൽ തന്നെ. അങ്ങനെ വരുമ്പോൾ ഐക്യതയുടെ കുറവുണ്ടാകുന്നത് കൊണ്ട് സന്തോഷവും ശക്തിയും ദൈവം അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പൂർണ്ണതയും ഒക്കെ പ്രാപിക്കാൻ പലപ്പോഴും കഴിയാതെ പോകും. വേറെ ചില സഭകൾ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ന്യൂ ജെൻ ചർച്ചസ് എന്നൊക്കെ പറയുന്നത്, പുതുതലമുറ സഭകൾ. അവർക്ക് പഴയതൊന്നും വേണ്ട, പഴയതാണ് കുഴപ്പമുണ്ടാക്കിയത്, അതുകൊണ്ട് പഴയതിനെ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് എല്ലാം പുതിയത് മാത്രം, പുതിയതിനെ മാത്രം വാരിപ്പുണരുന്നു, പഴയതിനെ എല്ലാം തള്ളിക്കളയുന്നു, പുതിയത് മാത്രം മതി, എല്ലാം പുതിയത് മാത്രം മതി എന്നവര് ചിന്തിക്കുന്നു. ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാല് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള പഴയ കാര്യങ്ങളുണ്ട്, അതെല്ലാം നശിച്ചു പോകും. ക്രൈസ്തവ പാരമ്പര്യം എന്നൊക്കെ നമ്മൾ പറയുന്നതിനകത്ത് നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോ പാട്ടും ആരാധനയും മാത്രം മതി എന്ന് പറയുമ്പോൾ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് അപ്രസക്തമാകുകയാണ്. വചനത്തിന് വലിയ പ്രാധാന്യമില്ല, കാരണം ആർക്കും ഇപ്പൊ വചനം ഇഷ്ടമില്ല, വായിക്കാൻ സമയമില്ല, പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ല, ഇത് അനുവർത്തിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇടയ്ക്ക് പറയുന്ന പോലെ പൂട്ടിന് തേങ്ങ വെക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ചില വാക്യങ്ങളൊക്കെ പറഞ്ഞേച്ച് വീണ്ടും പാട്ട്, അല്ലെങ്കിൽ ഒരു പാട്ട് കുർബാന ഉണ്ടാക്കി. ഏതാണ്ട് ആ രീതിയിൽ തന്നെ നമ്മളും ഇപ്പോൾ എന്തായിക്കൊണ്ടിരിക്കുക, പാട്ടും ആരാധനയും. അപ്പം അവർ പറയും ഒരു ബോറിംഗും ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ ആരാധനയ്ക്ക് വരുന്നത്, പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മുടെ ആത്മീയ ജീവിതം പരിപോഷിപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ആത്മീയ ആഹാരം വേണം. അത് ഇവിടെ വചനത്തിലാണ്. പാട്ടുകൾ മോശമാണെന്നല്ല പറഞ്ഞത്, പാട്ടുകൾ നല്ലതാണ്, പാടി ആരാധിക്കണം. പക്ഷെ പാട്ട് മാത്രം പോരല്ലോ, പാട്ടും വേണം, പ്രസംഗവും വേണം, അനുഭവങ്ങൾ വേണം, പങ്കുവെക്കൽ വേണം. പഴയത് ഒന്നും വേണ്ട, പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം മതി എന്ന് പറയുമ്പോൾ നാം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള പഴയ കാര്യങ്ങൾ ഇല്ലാതായി പോകുന്നു എന്നുള്ളൊരു അപകടമുണ്ട്. പഴയത് മാത്രം പോരാ, പുതിയതും മാത്രം പോരാ. ആദ്യം പഠിച്ച ഉപമ ഓർക്കുന്നുണ്ടെങ്കിൽ മത്തായി 13:51-52 പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവൻ ആയ ഒരു ശാസ്ത്രിയോട് തുല്യൻ. ഓർക്കുന്നുണ്ടാവുമല്ലോ, പഴയതും പുതിയതും രണ്ടും വേണം, രണ്ടും എടുത്തു കൊടുക്കാനായിട്ട് കഴിയണം. അപ്പൊ ഇത് പറയാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പരീശന്മാരാണല്ലോ യേശുവിനെ വിമർശിച്ചത്. സദ്യക്കിരുന്ന പരീശന്മാരാണ് യേശുവിന്റെ രീതി കണ്ടപ്പോൾ ചുങ്കക്കാരുടെ കൂടെ പാപികളുടെ കൂടെ ഭക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നത്, വിമർശിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ കഴിയുന്നത്, പരീശന്മാര് എല്ലാ കാലഘട്ടത്തിലും മാറ്റത്തെ എതിർത്തവരാണ്. ഒരു മാറ്റവും പാടില്ല, എല്ലാം ഞങ്ങളുടെ സമ്പ്രദായം, ഞങ്ങൾ പഠിച്ച പാരമ്പര്യം, ഞങ്ങൾ മനസ്സിലാക്കിയത്, അതിൽ നിന്ന് മാറാൻ പാടില്ല എന്ന ഒരു ഉറച്ച നിലപാടിൽ നിന്നവരത് റെസിസ്റ്റഡ് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാറ്റവും വേണ്ട എന്ന ഉറച്ച നിലപാടിൽ നിന്നവരാണ് പരീശന്മാര്. അവർക്ക് യേശു ഒരു ഭീഷണിയായിരുന്നു. കാരണം യേശു എപ്പോഴും എന്തിനു വേണ്ടിയാണ് നിന്നത്? മാറ്റത്തിന് വേണ്ടിയാണ് നിന്നത്. പുതിയതായി കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ടാണ് യേശു വന്നത് എന്നുള്ളത് കൊണ്ട്. പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ യേശു പഴയതെല്ലാം തള്ളിക്കളഞ്ഞുവെന്നല്ല, അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പറയാം. യേശു പുതുജീവൻ കൊടുക്കാനാണ്. പഴയത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു മാറ്റവും ഇല്ലാതെ ഇരിക്കുമ്പോൾ ജീവനും പഴയതായി പോകുന്നു. അവിടാണ് പ്രശ്നം. അപ്പൊ യേശു വന്നത് എന്തിനാ? പുതുജീവൻ നൽകാനാണ്, അല്ലെ? യേശു പറഞ്ഞല്ലോ, നിങ്ങൾ പുതുതായി ജനിക്കണം. പരീശന്മാരുടെ പ്രമാണിയായ ആളോടാ പറഞ്ഞത്, നിങ്ങൾ ഈ പഴയതിനെ തന്നെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പുതിയ ജീവൻ കിട്ടുന്നില്ല. അപ്പൊ ഇവിടെ നിന്ന് ചിന്തിച്ചേ, ആ സദ്യയിൽ ഇരിക്കുന്ന ആളില് മത്തായിയുടെ കൂടെ ആരുണ്ട്? ചുങ്കക്കാരും പാപികളും. ഈ ചുങ്കക്കാരും പാപികളും ഇപ്പൊ സന്തോഷിച്ച് ഈ സദ്യ കഴിക്കുന്നത് എന്തുകൊണ്ടാ? അവര് പുതുതായി,
പുതിയ പേര് പോലും കിട്ടിയെന്നൊക്കെ പറഞ്ഞു നോക്കും. പുതിയ ജീവിതം കിട്ടി, പുതിയ പേര് കിട്ടി. ആരാ? പരീശന്മാരാണോ അത് കൊടുത്തത്? അല്ല, പരീശന് അത് കൊടുക്കാനായിട്ട് കഴിയില്ല. അതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, പരീശന്മാരുടെ കയ്യിൽ പ്രത്യാശയുടെ സന്ദേശം ഇല്ല. കർത്താവിന്റെ കയ്യിലാണ് പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സന്ദേശമുള്ളത്. യേശുവാ പറഞ്ഞത്, ചുങ്കക്കാരും പാപികളും എന്റെ അടുക്കൽ വരട്ടെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിക്കും, ഞാൻ അവരെ പുതുതാക്കും, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് ഞാൻ വന്നത്, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് വിളിക്കാൻ വന്നത്. പരീശൻ എന്ത് പറയും? ഒറ്റ പാപി പോലും ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾ പരിശുദ്ധന്മാരുടെ മാത്രം ആളുകളാണ്, പാപികൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവുമില്ല, നിങ്ങൾ എന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. യേശുവിന്റെ കൂടെ കൂടിയവരെയൊക്കെ അവരെന്ത് ചെയ്തു? പള്ളി ഭ്രഷ്ടന്മാരാക്കി. അപ്പം പരീശന്മാർ ഒരു മാറ്റത്തിനും തയ്യാറല്ല, പഴമ മാത്രം മതി എന്ന് ഉറച്ച നിലപാടെടുത്തപ്പോൾ യേശു പുതുജീവൻ കൊടുക്കുന്നതിനായിട്ട് വന്ന ആളാണ്. അനേകം ആളുകളെ യേശു പുതുതാക്കി. സുവിശേഷങ്ങളിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ യേശുവുമായിട്ട് ബന്ധത്തിൽ വന്ന എത്രയോ ആളുകളെ യേശു രൂപാന്തരപ്പെടുത്തി അവർക്കെല്ലാം പുതിയ ജീവൻ കൊടുത്തു. പഴയത് മതി, നിങ്ങൾ പഴയത് പ്രമാണിച്ചുകൊണ്ട് നിൽക്കാനല്ല പറഞ്ഞത്, അവർക്ക് പുതുജീവൻ കൊടുത്തു എന്ന് അറിയണം. പരീശന്മാര് അവരുടെ ആവേശത്തിലും അവരുടെ ഉത്സാഹത്തിലും പഴമ സൂക്ഷിപ്പുകാരായിട്ട് മാത്രം, പഴയ കാര്യങ്ങൾ ഒരു മാറ്റവും കൂടാതെ സൂക്ഷിക്കുന്ന ആളുകൾ മാത്രമായിട്ട് മാറിയപ്പോൾ അവര് യേശു പഠിപ്പിച്ച ഉപദേശങ്ങൾ വിശ്വസിക്കേണ്ട ആളുകളെ എതിർക്കുന്നവരായിട്ട് മാറി. ഒരു ചേഞ്ചും പാടില്ല എന്നുള്ളൊരു നിലപാടെടുത്തപ്പോൾ അവർ അംഗീകരിക്കേണ്ടിയിരുന്ന ഉപദേശങ്ങൾ, കർത്താവ് യേശുക്രിസ്തു തന്നെ പല ഉപദേശങ്ങളുടെയും അർത്ഥം പുതിയതായിട്ട് പഠിപ്പിച്ചല്ലോ. പർവ്വത പ്രസംഗം നോക്കുക, കൊല ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് യേശു പഠിപ്പിച്ചു. അപ്പൊ അത് ഉൾക്കൊള്ളണ്ടേ? കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കിയിരുന്നത് എന്താണ്? കൊല ചെയ്യാം, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജീവൻ പോകരുത്. പക്ഷെ കർത്താവ് അത് പഠിപ്പിച്ചു, അതല്ല, നിന്നെ ഞാൻ എടുത്തോളാമെന്ന് പോലും, അല്ലെങ്കിൽ നീയൊക്കെ നിസ്സാരനാണ് എനിക്ക് എന്ന് പോലും പറയരുതെന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ കൊലപാതകം നടന്നു എന്ന് കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഈ പുതിയത് വേണ്ടതോ വേണ്ടാത്തതോ? വേണ്ടതാണെന്ന് ചിന്തിച്ച ഒരു വിഭാഗമുണ്ട്. പക്ഷെ പരീശന്മാർ പറഞ്ഞു, വേണ്ട, നിന്റെ ഉപദേശം ഒന്നും കൂടെ വേണ്ട, ഞങ്ങൾക്കറിയാം ഇതെങ്ങനെയാണെന്നുള്ളത്, ഞങ്ങള് കാല് തല്ലി ഓടിക്കും, ഞങ്ങൾക്ക് ഒന്നില്ലല്ലോ എന്നുള്ള ന്യായമാണ് അവരെ ഉയർത്തുന്നത്. അപ്പൊ അവരെ സ്വീകരിക്കേണ്ട പുതിയ ഉപദേശം തള്ളിക്കളയുകയും പഴമ അതേപടി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. വേണമെങ്കിൽ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ, ശവശരീരം കേടുവരാതെ വിദേശത്തൊക്കെ മരിക്കുന്നത് ഇപ്പൊ കൊണ്ടുവരാനായിട്ട് എംബാം ചെയ്യും. അല്ലെങ്കിൽ പണ്ട് കാലത്ത് പിരമിഡിൽ വെച്ചിരുന്നത് മമ്മി എന്ന് പറഞ്ഞാൽ മുതുശവം എന്നാണ് കേട്ടോ. പിരമിഡിനകത്ത് ഒരിക്കലും മാറ്റം വരാത്ത തരത്തിൽ എംബാം ചെയ്ത് ഉണക്കി വെച്ചിരിക്കുന്ന സാധനത്തെയാണ് എന്ത് വിളിക്കുന്നത്? മമ്മി എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ സാധനങ്ങളെ പോലെ എംബാം ചെയ്ത ട്രഡീഷൻസ്, ആചാരങ്ങൾ അങ്ങോട്ട് ഒരു തരത്തിലും അഴുകിപ്പോകാത്ത തരത്തിൽ, ചീഞ്ഞു പോകാത്ത തരത്തിൽ അവര് സൂക്ഷിക്കുന്നതിനായിട്ട് ശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജീവനും ചൈതന്യവും ഉള്ളതാണ്. യേശു തന്നെ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവനും ആത്മാവുമാണ്. ജീവനില്ലാതെ എംബാം ചെയ്തു വെച്ചിരിക്കുന്ന, ഉണക്കി വെച്ചിരിക്കുന്ന സാധനമല്ല, അക്ഷരത്തിന്റെ പ്രമാണമല്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നത്. ഇപ്പൊ പരീശന്മാര് പറഞ്ഞത് എന്ത് പ്രമാണമാണ്? അക്ഷരത്തിന്റെ പഴയ പ്രമാണമാണ്, എംബാം ചെയ്തു വെച്ചിരിക്കുന്ന ആചാരങ്ങളാണ്. എന്നാൽ യേശു നമുക്ക് തരുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. സമ്പ്രദായങ്ങൾ സംരക്ഷിച്ച് ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിച്ചതിനെ യേശു പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സന്ദർഭം നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതാണ് സന്ദർഭം. അപ്പൊ അവരാകപ്പാടെ അജിറ്റേറ്റഡ് ആയില്ലേ? അവര് പറഞ്ഞു, ഞങ്ങളുടെ ആചാരം അനുസരിച്ച് കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ കർത്താവ് പറഞ്ഞത്, അങ്ങനെ അകത്തേക്ക് പോകുന്നതല്ല കുഴപ്പം, അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതാണ് കുഴപ്പം. ഈ കൈ കഴുകാതെ എന്തെങ്കിലും കഴിച്ചാൽ കൂടിപ്പോയാൽ വയറിളക്കം ഉണ്ടാകും, അത് മറപ്പെട്ടിൽ പോക്കുന്നുള്ളതല്ലാതെ അത് കൂടുതൽ അപകടമൊന്നും ഉണ്ടാകാനായിട്ടില്ല. അപ്പൊ അതിന് കർത്താവ് പറഞ്ഞ വാക്യം അതേപടി നമ്മൾ നോക്കുകയാണെങ്കിൽ 7-ാം അധ്യായത്തിന്റെ 8-13 വാക്യങ്ങൾ നോക്കുക. മർക്കോസ് 7:8, നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. 13-ാം വാക്യത്തിൽ, നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു, ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നമ്മള് ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ ചെയ്തു വന്നിരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണോ ദൈവത്തിന്റെ കൽപ്പന കിടക്കുന്നത്? അതിന്റെ ഒരു ആപ്ലിക്കേഷൻ കുറെ കൂടി ഹയർ ആയിട്ട്, കുറെ കൂടി ജീവനുള്ളതായിട്ട് നമുക്ക് വേറെ തരത്തിലും ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് യാതൊരു അപകടവും ഇല്ല. ദൈവത്തിന്റെ വചനം ജീവിക്കുന്നതാണ്. അതിന് പുതിയ പുതിയ തലങ്ങൾ, ദർശന തലങ്ങൾ ഉണ്ടാകും. അങ്ങനെ വ്യാഖ്യാനിച്ച് വഴിതെറ്റാൻ വേണ്ടിയല്ല,
പക്ഷെ ജീവൻ നൽകുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജീവൻ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഒരിക്കലും കുഴപ്പം ഇല്ല. നിർജീവമായ ഒരു അവസ്ഥയിലേക്ക് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും നിങ്ങളെ മത്തായിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, മത്തായി അല്ലെങ്കിൽ ലേവിയും സ്നേഹിതന്മാരും ഇപ്പോൾ കർത്താവിങ്കിൽ നിന്ന് പുതുജീവൻ പ്രാപിച്ചിട്ടായിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പഴയതാകണം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതല്ല ആകുന്നത്. പഴയതെല്ലാം കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവര് പുതിയതാണ്. അതുകൊണ്ട് അവർക്ക് ഈ പഴയതിനോട് എങ്ങനെ റിലേറ്റ് ചെയ്യണം, വേറൊരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവര് പുതിയ ജീവൻ പ്രാപിച്ചവരാണെങ്കിലും ഇനി എവിടെ പോകേണ്ടത്? എവിടെ? പുതിയ പള്ളി തുടങ്ങിയിട്ടില്ല, ക്രൈസ്തവ സഭ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇവർ ഏത് പള്ളിയിലാണ് പോകേണ്ടത്? ഇനി പഴയ യഹൂദന്മാരുടെ പള്ളിയിൽ തന്നെ പോകണം. അവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അവിടെയാണ് ആരാധിക്കേണ്ടത്, അല്ലേ? പക്ഷെ ഇവർ പോകേണ്ടത് പഴയ ഉപദേശങ്ങൾ പറയുന്ന പരീശന്മാരിരിക്കുന്ന, റബ്ബിമാരിരിക്കുന്ന, ശാസ്ത്രിമാരിരിക്കുന്ന പഴയ പള്ളിയിൽ തന്നെയാണ്. അപ്പൊ അതിനോട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? ഈ പഴയതിനോട് എങ്ങനെ ഈ പുതിയ ജീവൻ പ്രാപിച്ച ആളുകൾ പ്രതികരിക്കണം? എന്നെ പറ്റി വിളിച്ചു ചോദിക്കാം, ഞങ്ങള് സ്നാനപ്പെട്ടു, പള്ളിയിൽ തന്നെ നിൽക്കാമോ, പള്ളി വിടാമോ? ഇതൊരു വലിയ പ്രോബ്ലമാണ്. കാരണം പള്ളി വിട്ടു വന്നാൽ അതിനേക്കാൾ വലിയ പ്രോബ്ലമാണ്. പള്ളി വിട്ടു വന്നിട്ട് വല്ലാത്ത പ്രോബ്ലത്തിനായിട്ട് തിരിച്ചു പള്ളിയിൽ പോയവർ ഒരുപാട് പേരുണ്ട്. അവർ പലരും എന്നെ വിളിച്ചിട്ട്, സാറേ പള്ളിയിലായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നത്, പള്ളിയിലായിരുന്നെങ്കിൽ അവർ അറിവില്ലാതെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ വേദപുസ്തകം തുറന്നു പിടിച്ചുകൊണ്ടാണ് പാപം ചെയ്യുന്നതെന്നാണ്. ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വി നീഡ് ടു റിലേറ്റ് ദി ഓൾഡ് ആൻഡ് ദി ന്യൂ. പഴയതും പുതിയതും കൂടെ എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ഇവര് ഇതുവരെ പള്ളിയിൽ പോകാത്തവരാണ്. പാപികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിയമം ലംഘിക്കുന്നവരാണ്. പക്ഷെ യേശു ഇപ്പൊ ഇവരെ പുതുതാക്കി കഴിഞ്ഞപ്പോൾ അവര് പള്ളിയിലോട്ട് പോകണം, പ്രമാണം അനുസരിക്കണം, ഒരു വ്യവസ്ഥയ്ക്ക് വിധേയപ്പെടണം. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പഴയ പ്രമാണിമാർ അവിടെ ഇരിക്കുന്നത്, അവരുമായിട്ട് എങ്ങനെ ഈ പുതുജീവൻ പ്രാപിച്ച ആളുകൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയും എന്നുള്ള ഒരു വിഷയം ഉണ്ട്. അതിനിടയ്ക്ക് വേറൊരു ഗ്രൂപ്പ് ആളുകളും കൂടെ നിൽപ്പുണ്ട്. അവർ ഈ സദ്യക്കകത്ത് ഉണ്ടായിരുന്നു, സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ. അങ്ങനല്ലേ ചോദ്യം വന്നത്? പരീശന്മാരും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരുമാണ് പറഞ്ഞത്, നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? അവരെന്തുകൊണ്ട് കൂടെ കൂടെ പ്രാർത്ഥിക്കുന്നില്ല? അവരെന്തുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു? ഞങ്ങൾ ഉപവസിക്കുന്നു. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാര് ഇത് രണ്ടിനും ഇടയ്ക്കാണ്. യോഹന്നാൻ സ്നാപകൻ ഒരു പുതിയ പ്രസംഗവും ഒരു പുതിയ സ്നാനവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. യോഹന്നാൻ സ്നാപകൻ വന്നത് ആരായിട്ടാണ്? ഒരു പരിഷ്കർത്താവായിട്ടാണ്, ഒരു റിഫോമർ ആയിട്ടാണ്. പുതിയതൊന്നും തുടങ്ങിയില്ല. തുടങ്ങാൻ വരുന്നവന്റെ വഴി തെളിക്കാൻ വന്നവരാണ്. എന്റെ പിന്നാലെ ഒരു ആള് വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തും. അപ്പൊ ഞാൻ ആളല്ല, പക്ഷെ എന്റെ പുറകെ പുതിയത് വരുന്നുണ്ട്. അവൻ നിങ്ങളാരാ? ഞാനൊരു പരിഷ്കർത്താവാണ്. നിങ്ങൾ ഇപ്പോൾ പഴയതൊക്കെ ആചരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അത് ഒന്ന് പരിഷ്കരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മത്തായി 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അതായത് യഹൂദന്മാർ പറഞ്ഞു കാണും, നീ ഇപ്പൊ പുതിയ പ്രസംഗം കൊണ്ടൊന്നും വരണ്ട, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, അന്ന് മുതൽ ഞങ്ങൾ ഒരു പ്രത്യേക ജനതയാണ്, നീ എവിടുന്ന് വന്നതാണ്, നീ മോളിൽ നിന്ന് വന്നതാണോ, പുതിയൊരു ഉപദേശം എവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. കല്ലുകളിൽ നിന്ന് വേണമെങ്കിൽ അബ്രഹാമിന് മക്കളെ ജനിപ്പിക്കുവാനൊക്കെ ദൈവത്തിന് കഴിയും. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. 11-ാം വാക്യത്തിലാ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ വലിയവനാകുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തും, എക്സെട്ര. പഴമയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പരീശന്മാരും പുതുമ കൊണ്ടുവരുന്ന യേശുവും അതിനിടയ്ക്ക് നിൽക്കുന്ന യോഹന്നാനും 3 ലെവലാണ്. അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാർക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്, പ്രാർത്ഥിക്കാത്തത് എന്നൊക്കെ ചോദിച്ചത്. അപ്പൊ നമ്മൾ യോഹന്നാനെയും യേശുവിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തു പുതുജീവൻ കൊടുക്കാനായിട്ടാണ് വന്നത്. എന്നാൽ യോഹന്നാൻ പുതുജീവൻ കൊടുക്കാനായിട്ട് വന്ന ആളല്ല. യോഹന്നാൻ ന്യായവിധിയാണ് പ്രസംഗിച്ചത്. വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ എല്ലാം വെട്ടി തീയിലിട്ട് കളയും. ഓരോരുത്തരും വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? കാരണം അവരാകപ്പാടെ പേടിച്ചുപോയി. സന്ദേശം എന്തിന്റെ സന്ദേശമായിരുന്നു? ന്യായവിധിയുടെ. നമ്മുടെ നാട്ടിൽ ഒരു 18-ാം നൂറ്റാണ്ടില് ബേണിംഗ് ഹെൽ എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ടായിരുന്നു. അത് കാണിച്ചായിരുന്നു മിക്കവാറും സ്ഥലങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, പേടിപ്പിച്ച് മനസ്സാന്തരപ്പെടുത്താനായിട്ട്. ഇതാണ് നരകം,
അത് വേണ്ടായിരുന്നു. ഇതാണ് യേശു എന്ന് പറഞ്ഞ ആളെ പേടിപ്പിച്ച് അല്ല മാനസാന്തരം. കർത്താവായ യേശുക്രിസ്തു ഇതല്ല നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഹെല്ലിനെ കുറിച്ച് തന്നെ പറഞ്ഞത് പിശാചനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകം. നിങ്ങൾ എന്റെ കൂടെ ചേർന്നാൽ വേറെ സ്ഥലത്തേക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ പോകേണ്ടി വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കർത്താവായ യേശുക്രിസ്തു ഹി വാസ് ദ മെസഞ്ചർ ഓഫ് ഹോപ്പ് ആൻഡ് സാൽവേഷൻ. പ്രത്യാശയുടെയും രക്ഷയുടെയും സന്ദേശമാണ് ആര് കൊണ്ടുവന്നത്? യേശുക്രിസ്തു കൊണ്ടുവന്നത്. യേശുക്രിസ്തു പറഞ്ഞെന്താണ്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24. അല്ല, ഇനി യോഹന്നാനെ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ യോഹന്നാൻ എവിടെ ജീവിച്ചത്? ഹി വാസ് ഇൻ ദ വിൽഡർനെസ്. അവിടാണ് ജീവിച്ചത്. എന്താ കഴിച്ചത്? വെട്ടുകിളിയും. നമുക്ക് തന്നെ അത്ഭുതം, എങ്ങനെ ഇത് കഴിച്ച് ജീവിച്ചു? ഒരു പ്രത്യേക വസ്ത്രം, പ്രത്യേക ഭക്ഷണം, ആളുകൾ താമസിക്കുന്നിടത്ത് താമസിക്കാതെ മരുഭൂമിയിൽ പോയി താമസിക്കുന്നു. യേശുവിനെ നോക്കിയേ, യേശു ജീവിച്ചത് ചുങ്കക്കാരുടെയും പാവികളുടെയും മനുഷ്യരുടെയും ഒക്കെ കൂടെയാണ്. അവര് കഴിക്കുന്ന ഭക്ഷണമാണ് യേശു കഴിച്ചത്. അതാണല്ലോ ഇപ്പൊ പ്രശ്നം. ഞങ്ങളുടെ ആള് തിന്നുന്നുമില്ല, കുടിക്കുന്നുമില്ല, ഉപവാസത്തിൽ മരുഭൂമിയിൽ ഇരിക്കുന്നു. നിങ്ങളുടെ ആള് തിന്നിയും കുടിയനുമായിട്ട്, അത് ആരുടെ കൂടെ? ചുങ്കക്കാരുടെ കൂടെ, പാപികളുടെ കൂടെ തിന്ന് കുടിക്കുന്നു. ഫ്രണ്ട് ഓഫ് പബ്ലിക്കൻസ് ആൻഡ് സിന്നേഴ്സ്. കർത്താവ് എന്ത് ചെയ്തു? നമ്മോട് ഏകീഭവിച്ചു. സ്വർഗത്തിൽ ഇരുന്നോണ്ട് ദൈവമായിട്ട് തന്നെ അവിടുന്ന് പ്രഖ്യാപനങ്ങൾ നടത്താതെ എന്ത് ചെയ്തു? തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്ത് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ പോലെ വിശന്ന്, നമ്മളെ പോലെ ദാഹിച്ച്, നമ്മളെ പോലെ ക്ഷീണിച്ച്, നമ്മളെ പോലെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് അങ്ങനല്ലേ ജീവിച്ചത്? അപ്പൊ നമുക്ക് ആടെ മനസ്സിലാവും, നമ്മുടെ നിലയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നിട്ട് നമ്മളോട് താതാത്മ്യപ്പെട്ടിട്ട് രൂപാന്തരപ്പെടുത്തുന്നവനായിട്ടും പുതുജീവൻ കൊടുക്കുന്നവനായിട്ടും. പരീശന്മാര് പഴയ കാര്യങ്ങളൊക്കെ പിടിച്ച് പഴയ കാര്യങ്ങളോട് എംബാം ചെയ്ത് അവരുടെ ആചാരങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഒരിക്കലും അഴിഞ്ഞു പോകാത്ത തരത്തിലാക്കി ഈ ലോകത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ ന്യായവിധി ഉണ്ടെന്നുള്ളതാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്. എന്നാൽ ഇത് രണ്ടും മാറ്റിക്കളഞ്ഞിട്ട് ഒരു പുതിയ ജീവൻ, രൂപാന്തരം നൽകുന്ന ജീവൻ നൽകുന്നതിനായിട്ടാണ് യേശു വന്നത്. പക്ഷെ ഈ രൂപാന്തരം നൽകുന്ന ജീവൻ യേശു തരാനായിട്ട് വന്നപ്പോൾ പഴയതെല്ലാം എടുത്തും കളഞ്ഞില്ല. പഴയതൊന്നും വേണ്ട, എല്ലാം പുതിയതാണ് എന്ന് പറഞ്ഞില്ല. പിന്നെന്താ യേശു ചെയ്തതെന്ന് ചോദിച്ചാല് ഈ പഴയതിനെ രൂപാന്തരപ്പെടുത്തിയെടുത്തു. ഓൾ ഫുൾഫിൽഡ് ഇൻ ദ ന്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, യേശുവിന്റെ വാക്കുകൾ തന്നെ പറയുകയാണെങ്കിൽ നീക്കാനല്ല നിവർത്തിപ്പാനാണ് യേശു പറഞ്ഞത്. നീക്കാനല്ല നിവർത്തിപ്പാൻ. നമുക്ക് വായിക്കാം മത്തായി 5-ാം വാക്യം. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. മലയാളത്തിൽ നീക്കേണ്ടതിന് എന്ന് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ ടു ഡിസ്ട്രോയ് എന്നാണ്. നശിപ്പിച്ച് കളയേണ്ടത്, ഇല്ലായ്മ ചെയ്യേണ്ടതിന്. ഐ ഹാവ് നോട്ട് കം ടു ഡിസ്ട്രോയ് ദ ലോ ഓർ ദ പ്രോഫറ്റ്സ്. മനസ്സിലായോ? നീക്കുവാനല്ല, പിന്നെ എന്തിനാ വന്നത്? നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. നോട്ട് ടു ഡിസ്ട്രോയ് ബട്ട് ടു ഫുൾഫിൽ എന്നാ പറഞ്ഞത്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു ചക്കക്കുരു എന്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കും. എനിക്ക് ഈ ചക്കക്കുരുവിനെ നശിപ്പിക്കണം. ഈ ചക്കക്കുരു ഇങ്ങനെ എന്റെ കയ്യിൽ ഇരിക്കാൻ പാടില്ല. ഇതിനെ ഒന്ന് നശിപ്പിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടു തരത്തിൽ നശിപ്പിക്കാം. ഒന്ന്, താഴെയിട്ട് ഒരു കല്ലുകൊണ്ടോ ചുറ്റികൊണ്ടോ അടിച്ച് ചതച്ച് അതിനെ ഇല്ലാതാക്കി കളയാം. എന്നാൽ അത് നിലത്ത് കുഴിച്ചിടുവാന്ന് വിചാരിക്കും. അപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നത്? ചക്കക്കുരുവിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് ചക്കക്കുരുവിനെ നിലത്ത് കുഴിച്ചിട്ടു. കുഴിച്ചിട്ടാൽ ആ ചക്കക്കുരു ഇല്ലാതായി പോവുകയല്ലേ? ഇല്ലാതായി പോകും. ചക്കക്കുരു ഇല്ലാതായി പോകും. പക്ഷെ അതിൽ നിന്ന് ഒരു പ്ലാവ് കിളിർത്തു വരും. കുരു ഇല്ല, കുരു നശിച്ചു പോയി. പക്ഷെ ആ കുരുവിനേക്കാൾ വലിയൊരു സാധനം അതിൽ നിന്ന് കണ്ടോ, പഴയതിൽ നിന്ന് പുതിയതൊന്നു വരിക. പഴയതിനെ നശിപ്പിച്ചില്ല, പക്ഷെ പഴയത് ഒരു പുതിയ ജീവൻ നൽകുകയാണ്. അതിൽ നിന്ന് വീണ്ടും ധാരാളം നല്ല ഫലങ്ങളും കുരുക്കളും ഒക്കെ, അല്ലെ? ചക്കയും ചക്കക്കുരുവും എല്ലാം ഉണ്ടായി വരും. അനേകർക്ക് പ്രയോജനമുള്ള ഒരുപാട് സാധനങ്ങൾ അതിൽ നിന്ന് വരികയാണ്. അപ്പൊ ഈ വിത്ത് അല്ലെങ്കിൽ ചക്കക്കുരു നീങ്ങിപ്പോയി. ഇറ്റ് വാസ് ഡിസ്ട്രോയിഡ്. ഇനി ആ ചക്കക്കുരു കിട്ടുമോ? ഇല്ല, ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ്, ഗോൺ ഫോർ എവർ. അത് എന്നേക്കുമായിട്ട് ഇല്ലാതായി പോയി, നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അതിനെക്കുറിച്ച് ഒരു ദൗത്യം ഉണ്ടായിരുന്നു, ഒരു ദൗത്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലാവ് ഉണ്ടാകാൻ വേണ്ടിയാണ്. അതായത് കല്ലിനിടിച്ച് ചതച്ച് കളയാൻ വേണ്ടിയുള്ളതല്ല. ആ ചക്കക്കുരുവിനകത്ത് ഒരു ജീവനുണ്ട്, അതിനൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നീങ്ങിപ്പോണം, എന്നിട്ട് വേറൊന്ന് നിവർത്തിക്കപ്പെടണം. ആശയം പിടിയിട്ട് ഞാൻ വിചാരിക്കുന്നു. അത് നീങ്ങിപ്പോയിട്ട്
അതില്ലാതായി പോയിട്ട്, അത് തന്നെയാണ് യോഹന്നാനും ഒരളവിൽ അറിയാമായിരുന്നു. ഞാൻ ഇല്ലാതാകണം, അവൻ വലിയതാകണം എന്ന് പറഞ്ഞില്ല. ഞാനോ കുറയണം, അവൻ വളരണം. അപ്പൊ ഞാൻ ഇല്ലാതായിട്ട് വേറൊന്ന് അതിൽ നിന്ന്, പുതിയതൊന്ന് അതിൽ നിന്ന് വരണം. അപ്പൊ ഇതാണ് യേശു ചെയ്തത്. യേശു പഴയതിനെ പാച്ചപ്പ് ചെയ്യുകയല്ല ചെയ്തത്. പഴയതും പുതിയതും കൂടെ കൂട്ടി തയ്ച്ചു വെക്കുകയല്ല ചെയ്തത്. അങ്ങനെ കൂട്ടി തയ്ച്ചു വെച്ചാൽ ചിന്തൽ വല്ലാതെയാകും എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ യഹൂദന്മാരുടെ മതത്തെ ഒന്ന് പാച്ചപ്പ് ചെയ്ത് കളയാം. യഹൂദ മതം എന്ന് പറയുന്ന പഴയ ഉടുപ്പിനകത്തേക്ക് അതിന് കുറെ വിള്ളല് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഓട്ടകളും തുളകളും. അപ്പൊ അതെല്ലാം ഒന്ന് നമുക്ക് ശരിപ്പെടുത്തിക്കാൻ ചെറിയ തുണിക്കടയിൽ പോയിട്ട്, തയ്ക്കുന്ന കടയിൽ പോയിട്ട് അവിടെ കണ്ടം കിടപ്പുണ്ട് ഓരോ. അങ്ങനെ യഹൂദ മതത്തെ ഒന്ന് മിനുക്കിയെടുക്കാൻ ഒരു പല കളറുള്ള ഒരു നല്ല ഉടുപ്പായിട്ട് ശരിയാക്കി എടുക്കാൻ വേണ്ടിയാണോ യേശു വന്നത്? അല്ല, ഒരിക്കലും അങ്ങനെ ഒരു പരിഷ്കർത്താവായിട്ടല്ല യേശു വന്നത്, നിവർത്തിക്കാനാവാം. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആര് കൊടുത്തതാ? ദൈവം കൊടുത്തതാ. അതുകൊണ്ട് ന്യായപ്രമാണം റോമാലേഖനത്തിൽ 7-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. നല്ലതാണ്, ആത്മീയമാണ്, വിശുദ്ധമാണ്, അത് ന്യായമാണ്. കാരണം നീതിയുള്ളൊരു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നുകൊണ്ട് അത് നീതിയുള്ളതാണ്. വിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നുകൊണ്ട് വിശുദ്ധിയുള്ളതാണ്. ആത്മീയനായ, ആത്മാവായ ദൈവത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് ആത്മീയമാണ്. ദൈവം നമുക്ക് നല്ലതേ ചെയ്യുള്ളൂ. അപ്പൊ അതിനകത്ത് മോശമൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ച് വിനിയോഗം ചെയ്ത് അതിനെ വേണ്ടാത്ത തരത്തിൽ ഉപയോഗിച്ചതാണ് അപകടം. അതിനെ വേണ്ടാത്ത തരത്തിൽ ഉപയോഗിച്ചു, വേണ്ടാത്ത തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ യേശു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാല് നിവർത്തിക്കാനായിട്ടാണ്. എങ്ങനെയാ? തന്റെ ജീവിതം കൊണ്ട്, ഉപദേശം കൊണ്ട്, തന്റെ മരണം കൊണ്ട്, ഉയർപ്പ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യായപ്രമാണത്തിനകത്ത് യേശു ജനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരത് ഗ്രഹിച്ചില്ല. അതുകൊണ്ട് യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ ജീവിതം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൈരും തേനും കൊണ്ട് ഉപജീവിക്കും, എന്ത് ഭക്ഷണം കഴിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യേശു മരിക്കും, അടക്കപ്പെടും. അതുകൊണ്ടാണല്ലോ പൗലോസ് കൊരിന്തുകാരെ പഠിപ്പിക്കുമ്പോൾ തിരുവെഴുത്തുകളിൻ പ്രകാരം, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം വായിച്ചു നോക്കിയാല് എന്താണ് സുവിശേഷം എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകൾ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്നല്ലേ പറയുന്നത്. അതെന്തിനാ തിരുവെഴുത്തുകളിൻ പ്രകാരം നമ്മൾ കൊണ്ടുവന്ന് ചേർത്തത്? ഇതെല്ലാം തിരുവെഴുത്തിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് ഈ മതം ഇങ്ങനെ കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ തിരുവെഴുത്തിനകത്ത് പറഞ്ഞിരുന്ന ആത്മീയ സത്യങ്ങൾ മറന്നുപോയി. അവർ ഓരോ യാഗം കഴിച്ചപ്പോഴും അവരെന്ത് ഓർക്കണമായിരുന്നു? ഒരു പരമയാഗത്തെ കുറിച്ച് ഓർക്കണമായിരുന്നു. ഈ ന്യായപ്രമാണം എന്തിനാ അവർക്ക് കൊടുത്തത്? ന്യായപ്രമാണം കൊടുത്തത് പാപം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയാ, പാപത്തെ പരിഹരിക്കാൻ വേണ്ടിയല്ല. പരിജ്ഞാനത്തിന് വേണ്ടിയാണ്, പരിഹാരത്തിന് വേണ്ടിയല്ല. അപ്പൊ ഈ പരിജ്ഞാനം വന്നപ്പോൾ ഇതിന് പരിഹാരം എവിടെ കിട്ടും എന്നവർ അന്വേഷിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുത്തേക്ക് നയിക്കുവാൻ ഒരു ശിശുപാലകൻ, ഒരു വഴികാട്ടി. ആർക്കാ ന്യായപ്രമാണം മുഴുവൻ പ്രമാണിക്കാൻ ഇന്നുവരെ കഴിഞ്ഞിട്ട്? ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. അപ്പൊ ഇത് നമുക്ക് കഴിയാത്തൊരു കാര്യമാണ്. അത് കഴിയാത്തൊരു കാര്യം തന്നിരിക്കുന്നത് ഞാൻ പാപിയാണെന്ന് കണ്ടുപിടിച്ചിട്ട് പാപപരിഹാരകനായ ഒരു ദൈവപുത്രൻ ഇങ്ങനെ യാഗമായിട്ട് തീരാൻ വരും, അവന് വിധേയപ്പെടണം എന്നെല്ലാം എവിടെ ഉണ്ടായിരുന്നു? പഴയ നിയമത്തിലുണ്ടായിരുന്നു. ഈ പഴയ നിയമം വെച്ചിട്ടാണ് പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചത്. ആ പ്രസംഗം ഒന്ന് വായിച്ചു നോക്കിയേ, മുഴുവൻ ഉദ്ധരണികളാണ്. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. നിങ്ങൾ ഇത് വേണ്ടാത്ത തരത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾ അവനെ ക്രൂശിച്ചു കളഞ്ഞു. ആ ക്രൂശിച്ചു കളഞ്ഞ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗ്രഹം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്നാ പ്രസംഗിച്ചത്. അപ്പൊ ഇതെല്ലാം എവിടെ ഉണ്ടായിരുന്നു? ഇവര് എംബാം ചെയ്തു വെച്ച, നശിച്ചു പോകാതെ അഴിഞ്ഞു പോകാതെ സൂക്ഷിച്ചു വെച്ച പ്രമാണത്തിനകത്ത് യേശുവിന്റെ ജീവിതം ഉണ്ടായിരുന്നു, ഉപദേശം ഉണ്ടായിരുന്നു, മരണം ഉണ്ടായിരുന്നു, ഉയർപ്പുണ്ടായിരുന്നു. അതെല്ലാം പൂർത്തീകരിക്കപ്പെടാനുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ യഹൂദന്മാരെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സ്നേഹം. ഇസ്രായേൽ യുദ്ധമായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഒരു അലിവ് മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ഒരു പാരമ്പര്യം അതിൽ നിന്ന് വന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അവരോട് ചോദിച്ചാൽ അവർ പറയില്ല, നിങ്ങൾ മഷിയ വന്നെന്ന് പറയുന്നവരാണ്, ഞങ്ങൾ മഷിയായിക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്നവരാ, നിങ്ങൾ അത്ര വലിയ ഞങ്ങളുടെ സ്നേഹിതന്മാരൊന്നും അല്ലെന്നേ അവർ പറയത്തുള്ളൂ. ആ ചക്കക്കുരു കുഴിച്ചിട്ടത് കൊണ്ടാണ് ഈ പ്ലാവ് ഉണ്ടായത്, അല്ലേ? ആ ചക്കക്കുരു തല്ലി പൊട്ടിച്ച് കളഞ്ഞിരുന്നെങ്കിൽ ഈ പ്ലാവ് ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പൊ ആ തരത്തിൽ നീക്കാനല്ല, നിവർത്തിക്കാനായിട്ടാണ് യേശു വന്നത്. യേശു ചെയ്തതെല്ലാം യഹൂദ മതത്തിന്റെ പൂർത്തീകരണം ആയിരുന്നു. പഴയതിനെ രൂപാന്തരപ്പെടുത്തി അത് പുതിയതിൽ പൂർത്തീകരിച്ചപ്പോൾ യേശു പഴയതിനൊരു രൂപാന്തരം നൽകുകയായിരുന്നു. ഇപ്പൊ പഴയ തുണി, കീറാറായ തുണി, കോടി തുണിക്കണ്ടം ചേർത്ത് തയ്ച്ചാൽ രണ്ടും നശിച്ചു പോകും. പഴയതും നശിച്ചു പോകും, പുതിയതും നശിച്ചു പോകും. എന്നാൽ അതുപോലെ തന്നെ പഴയ തുരുത്തിയില്
പൊട്ടാറായ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നു വെച്ചാൽ രണ്ടും നശിച്ചു പോകും. തുരുത്തിയും നശിച്ചു പോകും, ഈ വീഞ്ഞും ഒഴുകി ഇല്ലാതായി പോകും. നമുക്ക് പറഞ്ഞതിന്റെ വേറെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല്, മോശ മുഖാന്തരം എന്ത് വന്നു? ന്യായപ്രമാണം വന്നു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അപ്പൊ ന്യായപ്രമാണവും കൃപയും കൂടെ കൂട്ടിച്ചേർത്താൽ രണ്ടും നശിച്ചു പോകും. ന്യായപ്രമാണവും കൃപയും കൂടെ കൂട്ടിച്ചേർക്കാൻ ഒക്കെയല്ല, അല്ലെങ്കിൽ യേശുവിനെയും മോശയും കൂടെ കൂട്ടിച്ചേർക്കാൻ ഒക്കെയല്ല. മോശയിൽ യേശു നിവർത്തിക്കപ്പെടുക ചെയ്യും. അതായത് ന്യായപ്രമാണം നമ്മളെ പോയിന്റ് ചെയ്തത് കൃപയുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. നീ പാപിയാണ്, ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. അപ്പൊ ഇനി എങ്ങനെ രക്ഷപ്പെടണം? കൃപയാൽ വിശ്വാസം മൂലം. മനസ്സിലായി? ന്യായപ്രമാണം നമ്മളെ കൃപയിലേക്ക് നയിക്കുക, മോശ നമ്മളെ യേശുവിന്റെ അടുത്തേക്ക് വിടുക ചെയ്യുന്നത്. അല്ലാതെ രണ്ടും കൂടെ ഒരുമിച്ച് ഒരു തരത്തിൽ കൂട്ടിച്ചേർത്ത് തയ്ച്ചു വെക്കാനായിട്ട് പറ്റുകയില്ല. ഒന്ന് നശിച്ചിട്ട് അല്ലെങ്കിൽ ഇല്ലാതായിട്ട് മറ്റേത് പൂർത്തീകരിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ന്യായപ്രമാണം കൃപയാൽ പൂർത്തീകരിക്കപ്പെടും. അപ്പൊ അതിനെ അനുവദിക്കണം. ന്യായപ്രമാണം അനുഷ്ഠിക്കാൻ പറ്റുകയെന്ന് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ എങ്ങനെ അത് കൃപയാൽ മാത്രമേ നടക്കത്തുള്ളൂ? അപ്പൊ കൃപയാൽ അത് പൂർത്തീകരിക്കപ്പെടുവാനായിട്ട്, അല്ലെങ്കിൽ മോശ യേശുവിൽ പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് അനുവദിക്കണം. അതാണ് ദൈവം യേശുക്രിസ്തുവിൽ നിവർത്തിച്ചത്. അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് ഗ്രഹിക്കേണ്ടത്. പഴയതിൽ പുതിയത് നിവർത്തിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ചക്കക്കുരുവിന്റെ എക്സാമ്പിൾ ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കാണും ഞാൻ വിചാരിക്കുകയാണ്. അതിനെ തല്ലി പൊട്ടിച്ച് നശിപ്പിച്ച് കളയുന്നതിന് പകരം കുഴിച്ചിടുമ്പോൾ അത് ഇല്ലാതായി തീരുകയും അതിൽ നിന്ന് പുതിയതൊന്ന് വരികയും ചെയ്യുന്നത് പോലെ ഈ പഴയ കാര്യങ്ങൾ തന്നത് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി തന്നെയാണ്. ഞാൻ പാപിയാണെന്ന് കണ്ടുപിടിക്കുവാൻ, എനിക്കിത് പ്രമാണിച്ച് രക്ഷ നേടുവാൻ കഴിയത്തില്ല എന്ന് കണ്ടുപിടിക്കുവാൻ. ഒരു കണ്ണാടി പോലാണ്, ഒരു മെഡിക്കൽ ലാബ് പോലാണ്. അതിനകത്ത് നോക്കിയാൽ എന്റെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ഇത് മനസ്സിലായാൽ പിന്നെ ഞാൻ എന്ത് വേണം? ചികിത്സ തേടണം. അതിന് ഡോക്ടർ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകണം. അപ്പൊ ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ, ലാബും ഡോക്ടറും ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം പരിഹരിക്കപ്പെടുകയുള്ളൂ. അങ്ങനല്ലേ? അപ്പൊ ഈ ലാബ് ഒരു മസ്റ്റാണ്. ഈ പഴയ ഈ ന്യായപ്രമാണം ഇല്ലാതെ നമുക്ക് നമ്മളെ കണ്ടെത്താനൊക്കെയല്ല. പക്ഷെ കണ്ടെത്തി കഴിയുമ്പോഴേ മനസ്സിലാകുന്നത് ഇത് പരിഹരിക്കാൻ ഒരു വഴിയില്ല. കൃപയുണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. യേശു വന്നെങ്കിലേ ഒക്കെ ഉള്ളൂ. അത് മുഴുവൻ നശിപ്പിച്ചു കളയാനല്ല യേശു വന്നത്, നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ്. അതാണ് ഈ തുണിക്കണ്ടത്തിന്റെ അതുപോലെ തന്നെ വീഞ്ഞിന്റെയും തുരുത്തിയുടെയും ഉപമ വഴി കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത്. ദൈവം അതാണ് യേശുക്രിസ്തുവിൽ നിവർത്തിച്ചത്. അതുകൊണ്ട് പഴയ നിയമം വേണ്ടതാണ്, അതിലാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. പക്ഷെ അത് ചക്കക്കുരു കുഴിച്ചിട്ടതുപോലെ കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് പുതിയതൊരെണ്ണം വരണമായിരുന്നു. അങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി അയച്ചു എന്നാണ്. എന്നിട്ടാണ് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ സ്വതന്ത്രരാക്കിയത്. അപ്പൊ ദൈവത്തിന്റെ ആ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടത് ക്രിസ്തുവിലാണ്. പക്ഷെ ഈ ന്യായപ്രമാണം പിടിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ക്രിസ്തു വന്നപ്പോൾ ഇത് ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർക്ക് അത് മനസ്സിലായില്ല, അവനെ കൈക്കൊണ്ടില്ല. ഒരുപക്ഷെ നന്നായി, അതും ദൈവത്തിന്റെ പ്ലാനായിരുന്നു. അവര് കൈക്കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ഔട്ടായി പോയനെ. എന്നാൽ അവര് തള്ളിക്കളഞ്ഞത് കൊണ്ട് ഇപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനായിട്ട്, നമുക്കെല്ലാം ആശ്വാസം പ്രാപിക്കാനായിട്ട്, പുതുജീവൻ പ്രാപിക്കുവാനായിട്ട് അത് കാരണമായി തീർന്നു. പിന്നെയും ദൈവത്തിന്റെ പദ്ധതി തീർന്നിട്ടില്ല. തൽക്കാലം കാഠിന്യം കൊടുത്തിരിക്കുകയാണ്. ജാതികളുടെ സംഖ്യ തികഞ്ഞതിന് ശേഷം അവരെയും കർത്താവ് രക്ഷിക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ട്. അപ്പൊ ഇതാണ് ഈ ഉപമകളുടെ പൊതുവായിട്ടുള്ള ഒരു അർത്ഥം. ഇനി അതിന്റെ ഒരു കൺക്ലൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മൂന്നും കൂടെ നോക്കാം. അതുകൊണ്ട് പഴയത് ഇല്ലാതായിട്ട് അതിൽ നിന്ന് പുതിയതൊന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന, അല്ലെങ്കിൽ ഒന്ന് നീങ്ങിപ്പോയിട്ട് മറ്റൊന്ന് നിവർത്തിക്കപ്പെടുന്നതാണ് ആവശ്യം. പഴയത് പുതിയതും കൂടെ കൂട്ടിക്കെട്ടുകയല്ല. അങ്ങനെ കൂട്ടിക്കെട്ടിയാൽ ശരിയാകുകയില്ല. ഇങ്ങനെയാണ് ഇത് സംഭവിക്കേണ്ടത്, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിനാണ് ഞാൻ വന്നത് എന്ന് യേശു അവരെ പഠിപ്പിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഈ മൂന്ന് ഉപമകളും യേശു എന്തിനു വന്നു, എന്ത് നേടുന്നു എന്നുള്ളതാണ്. രക്ഷയാണ് പ്രധാനപ്പെട്ട വിഷയം. യേശു വന്നത് പാപിയെ രക്ഷിക്കുവാൻ, മണവാളനായിട്ട് നമുക്ക് സന്തോഷം പകരുവാൻ, പഴയതിനെ പുതിയതിൽ നിവർത്തിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ. കർത്താവിന്റെ വലിയ കരുണയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെ കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിക്കും. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ് കർത്താവ് വന്നതെന്നുള്ള കാര്യം ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. കർത്താവെ, പ്രമാണങ്ങളിൽ കൂടി ഞങ്ങൾ കർത്താവ് ഞങ്ങളെ തന്നെ കണ്ടെത്തുകയും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് നിലവിളിക്കുകയും ചെയ്യുമ്പോൾ എന്നെ ഇതിൽ നിന്ന് ആര് വിടുവിക്കും എന്ന് ഞങ്ങൾ വിലപിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനിൽ ഞങ്ങൾക്ക് വിടുതലുള്ളത് കൊണ്ട്, കൃപയാൽ ഞങ്ങൾക്ക് രക്ഷയുള്ളത് കൊണ്ട്
കർത്താവ് പുതുതായി തീരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വലിയ ഭാഗ്യം തന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അത്ഭുതമായിട്ടുള്ള മർമ്മങ്ങൾക്കായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ ജ്ഞാനത്തിനായിട്ട് കർത്താവ് ഉപമകൾക്കായിട്ട് എല്ലാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ മറഞ്ഞ് കർത്താവ് ഞങ്ങൾ പുതുമയിൽ മുന്നേറുവാൻ ഞങ്ങൾ കാണിച്ചു തന്ന വഴിയിൽ കർത്താവ് ജീവൻ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.